കൈസേ ചേട്ടായി ഉണ്ടല്ലോ, ചേട്ടായിയുടെ യൂണിഫോം തേക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എല്ലാവരെയും കാണിക്കാവേ. ചേട്ടായി ഇപ്പോൾ യൂണിഫോം തേച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പം തേക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കും, യൂണിഫോം തേക്കുന്നതിൻ്റെ. അത് കഴിഞ്ഞ് നാളെ രാവിലെ എങ്ങനെയാണ് ഒരുങ്ങി പോകുന്നത് അതിൻ്റെയും വീഡിയോ ഞാൻ എല്ലാവരെയും കാണിക്കാവേ. ഇത് കണ്ടോ ഗൈസേ, ചേട്ടായി യൂണിഫോം ഒക്കെ തേച്ച് റെഡിയാക്കുക. ഇവർക്ക് അവിടെ യൂണിഫോം തേക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഒരിക്കലും ചേട്ടായി അവിടെ തേക്കാൻ കൊടുക്കത്തില്ല. കാരണം ചേട്ടായി ഇടുന്ന ഡ്രസ്സ് സ്വന്തമായിട്ട് അലക്കി അത് തേച്ച് ഇടുമ്പം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. യൂണിഫോം എന്ന് പറയുമ്പം ആ യൂണിഫോം ഇടുമ്പോഴത്തേക്കുള്ള ചേട്ടായി എന്ന് പറയുന്നത് വേറൊരു പ്രത്യേക ഇതാണ് ആ ചേട്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടായിക്ക് എന്താ പറയുക, പ്രത്യേക ഒരു നല്ലൊരു പവറാണ് ചേട്ടായിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടിയിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും പക്ഷേ ഈ യൂണിഫോം അത് ചേട്ടായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. യൂണിഫോം ഇടുമ്പം അത് ഭയങ്കര ഇടുന്നതും അത് ഡ്യൂട്ടി ചെയ്യുന്നതും സ്വന്തമായിട്ട് തേക്കുന്നതും എല്ലാം നല്ല എൻജോയ് ചെയ്തുകൊണ്ടേ ചെയ്യത്തുള്ളൂ. ഞാൻ അത് പറഞ്ഞ ചേട്ടായി സർവീസിൽ കയറിയത് 2004 ആണ് ഡിസംബറിൽ. 2003 ഡിസംബർ അവസാനം ചേട്ടായിയുടെ എല്ലാം റെഡിയായി. 2004 ജനുവരി 4 ചേട്ടായി ജോയിനിങ്ങിന് കയറുമായിരുന്നു. ബാംഗ്ലൂരിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ STCയിൽ ഉദംപൂർ ട്രെയിനിങ് ചെയ്തു കയറി. അന്ന് തൊട്ട് ഇന്ന് ഇപ്പം 22 വർഷത്തോളമായി. അന്ന് തൊട്ട് ഇന്ന് വരെ സ്വന്തമായിട്ടാണ് യൂണിഫോമത്തെ അത്രയധികം ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പം സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളിരുന്നു. അത് വേറെ ആരെക്കൊണ്ടൊന്നും ചെയ്യുക. ആ യൂണിഫോം ഇപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെക്കൊണ്ട് പോലും ആ യൂണിഫോം അലക്കിക്കുകയോ ഒന്നും ചെയ്തില്ല. സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത്രയ്ക്ക് എന്താ പറയുക, ഭയങ്കര റെസ്പെക്റ്റാണ് യൂണിഫോത്തിനോട്. ചിലപ്പോൾ രാജ്യം കാക്കുന്ന ഒരു പട്ടാളക്കാരനായതുകൊണ്ടായിരിക്കും ഇത്രയും റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് തന്നെയല്ല ഈ യൂണിഫോം ഞാൻ ഇടുന്നെങ്കിലും ഈ യൂണിഫോം ഇട്ടിട്ട് കാണുന്നവരുണ്ടല്ലോ പലരും, അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ യൂണിഫോമിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതേ ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് ഒരു കൈലി ഇടുന്നുണ്ട് എന്നാൽ മാറിയിക്കിടാറുണ്ട്. വാല്യൂ ആരുടെയാണ്? യൂണിഫോത്തിന്റെ വില. അത് സത്യമായിട്ടോ. നമ്മളൊരു രാജ്യം കാക്കുന്ന ഒരു പട്ടാളക്കാർ യൂണിഫോത്തിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. പക്ഷെ ആ രാജ്യം കാക്കുന്ന പട്ടാളക്കാർ നമ്മുടെ സ്വന്തം നാട്ടിൽ പോയി കഴിയുമ്പം ആർക്കും ഒരു വിലയില്ലാത്തൊരു കാര്യമാണ്. ഒരു മനുഷ്യർക്കും ആ പട്ടാളക്കാരനോട് ഒരു വിലയില്ല. നേരത്തെ പാൻ്റായിരുന്നു തേച്ചത്, ഇപ്പം തേണ്ട ഷർട്ടാണ് തേക്കുന്നത്. പാൻറ് പെട്ടെന്ന് അങ്ങ് തേച്ചങ്ങ് പോകും, പക്ഷെ ഷർട്ട് കുറേ സമയം എടുക്കും അല്ലേ അച്ഛേ? നീ ഇതെല്ലാം തേച്ചിട്ട് ഇതിനകത്ത് എംബ്ലം എല്ലാം ഒട്ടിക്കണ്ടേ അച്ഛേ? അതിന്റെ എംബ്ലം എല്ലാം ഫിറ്റ് ചെയ്യണം, എന്നാലേ അതൊരു കറക്റ്റ് യൂണിഫോം ആകത്തുള്ളൂ അല്ലേ അച്ഛേ? ആ റാങ്കിൻ്റെ പിന്നെ ഇതിന്റെ പിന്നെ അല്ലാതെ ഉണ്ടല്ലോ നെയിം ബോർഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഏതിലാണ് ജോലി ചെയ്യുന്നത് BSF എന്നുള്ള ഇതുണ്ട്. ഇത് വിനീതത്തിലെല്ലാം പെർമനന്റ് ആയിട്ട് ഞാൻ ഇട്ടേക്കണം. അതുണ്ട്. പിന്നെ സർവീസ് ബാഡ്ജ് വരും, പിന്നെ ഒരു നെയിം പ്ലേറ്റ് വരും, പിന്നെ ലൈനാട്. അതെന്നാ സാധനച്ചേ ലൈനാട്? ലൈനാടെന്ന് പറയുന്നത് നാളെ അലക്കണം. പെട്ടെന്ന് കാണിക്കേ. ഇതാണ് എൻ്റെ സർവീസ് ബാഡ്ജ്, ഇത് നെയിം പ്ലേറ്റ്, ഇത് ഞാൻ സർവീസ് ചെയ്യുന്നു BS. ഇതാണ് ലൈനാട്. ഇതിൻ്റെ തുമ്പത്തൊരു ബിസിലുണ്ട്, പോലീസുകാരുടെയൊക്കെ കാണത്തില്ല എപ്പോഴും, ഇതിനകത്തുണ്ട് ബിസിലുണ്ട്. ഇത് ഞാൻ ബാംഗ്ലൂർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിയറിൻ്റെ എംബ്ലം. ഇത്ര ഉണ്ടല്ലേ യൂണിഫോത്തിൽ?
യൂണിഫോം തേച്ച് കഴിഞ്ഞു. ഇത് അച്ഛയുടെ ഒരു ഇത് യൂണിഫോം. ഞങ്ങളുടെ ക്യാമഫ്ലാഗ് ഡ്രസ്സാണ്. സാധാരണ ഡ്യൂട്ടിക്ക് കാര്യങ്ങളൊക്കെ ബോർഡറിൽ പോകുമ്പോൾ ഇപ്പം ബാംഗ്ലൂർ ആയതിൻ്റെ ബോർഡറില്ല, അപ്പോഴൊക്കെ ഇടുന്ന യൂണിഫോമാണിത്. ഇതാണ് ഞങ്ങളുടെ സെർമോണിയൽ ഡ്രസ്സ്. ഇൻ്റർവ്യൂ പിന്നെ 15 ആഗസ്റ്റ്, 26 ജനുവരി, പിന്നെ പരേഡുകൾ അങ്ങനെയൊക്കെ ഇടുമ്പോൾ എൻ്റെ സെർമോണിയൽ ഡ്രസ്സ്. ഈ ഡ്രസ്സിലാണ് ഞാൻ പാസിങ് ഔട്ട് ചെയ്തത്. പിന്നെ എനിക്ക് 2 സൈസ് യൂണിഫോമാണ് ഉള്ളത്. ചേട്ടായി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഷൂ പോളിഷ് ചെയ്യുന്ന ഇതാണ്. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ ചേട്ടായി യൂണിഫോം ഒക്കെ തേക്കുന്നതൊക്കെ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ചേട്ടായി ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഷൂ പോളിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ചേട്ടായി കാണാതെ ഞാൻ വീഡിയോ എടുക്കുവാണേ. ആദ്യം ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് വറുതി ഇടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടിയിലുണ്ടല്ലോ ഇലാസ്റ്റിക്കുള്ള വറുതിയാണേ. അപ്പം അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം അതിന് ചെയ്യുക. ഞാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ ചേട്ടായി കാണാതെ മാറി നിന്ന് എടുക്കുക. കണ്ട എന്നെ വഴക്ക് പറയും ഇങ്ങനെ ഒരുങ്ങുന്നതിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞു. ഷൂവിൻ്റെ ലേസൊക്കെ കെട്ടി വെക്കുക. ബെൽറ്റ് ഇടുവാണ്. ചേട്ടായുടെ ഷർട്ട് എടുത്ത് ഇടുക. ഇച്ചിരി ദൂരെ സ്ഥലത്താണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അതിന് ബാഗൊക്കെ എടുത്ത് റെഡിയാക്കാൻ ഇന്നലെ ബാഗിനകത്തെല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചത്. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ചേട്ടായി മൈസൂർ ഡ്യൂട്ടി പോവാണ്. ഇനി 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ അല്ലേ ചേ? മൈസൂർ ഇങ്ങോട്ട് നോക്കിയേ. ടാറ്റാ ബൈ.